സുഭാഷേട്ടൻ തിരിച്ചെത്തിയില്ലെങ്കിൽ അവനത് താങ്ങാൻ പറ്റും തോന്നില്ല. ആർക്കും പറ്റില്ല നിധി. ഒരു കണക്കിന് ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. എവിടെ പോയി അന്വേഷിക്കുന്നു ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലെന്നേ. സുധീഷേ, എടാ ഹിന്ദിക്കാരി പെണ്ണില്ലേ, അവളുടെ വീട് വരെ ഒന്ന് പോയി നോക്ക്. ചിലപ്പോ അവളുമായിട്ടാണോ പോയിട്ടുള്ളെങ്കിലോ? ആരെ പറ്റിയാ പറയുന്നത്? എടാ അവന്റെ കൂടെ ജോലി ചെയ്യുന്നവനില്ലേ, ആ അവിനാശ്, അവന്റെ അനിയത്തിയെ, ആ കോലു പോലുള്ള പെണ്ണ്, എന്തോ അവളുടെ പേര്, ആ ചാന്ദിനി, ചാന്ദിനി എന്നാണെന്ന് തോന്നുന്നു. എന്താ പറയുന്നെന്ന് വല്ല വിചാരമുണ്ടോ? ആരെ പറ്റിയാ പറയുന്നതെന്ന് അറിയോ? സുഭാഷ് ഏട്ടൻ അങ്ങനെ ചെയ്യുന്ന ആളാണോ? എടാ മനുഷ്യന്മാർക്ക് എപ്പോഴാ എന്തൊക്കെയാ തോന്നുന്നെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചാ ഞാൻ പറഞ്ഞേ. നീ ഒന്ന് അവന്റെ വീട് വരെ പോയി അന്വേഷിക്കേ. സുഭാഷേട്ടൻ കത്തെഴുതി വെച്ചത് അച്ഛനും കണ്ടതല്ലേ, അതിൽ കാരണം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. മനസ്സ് തകർന്നിറങ്ങിപ്പോയ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയരുത്. നിന്റെ ചേട്ടൻ എന്ത് കാരണം കൊണ്ടാണ് പോയതെങ്കിലും പാതിരാത്രി ഇവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നേ. അപ്പൊ അവന് താങ്ങാനൊരു ഇടവോ വീടോ ഒക്കെ വേണ്ടേ? അല്ല, ഇവിടെ നിന്ന് നേരെ തമ്പാനൂരിൽ നിന്നിറങ്ങി തീവണ്ടി കയറി ലക്ഷ്യമില്ലാതെ പോകുന്ന ഒരാളല്ല സുഭാഷ്. ആ പെണ്ണാണെങ്കിൽ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്, അവനുമായിട്ട് ചിരിച്ച് സംസാരിക്കാറുണ്ട്. അവന് തിരിച്ച് അവളോടും അങ്ങനെ തന്നെ. അതുകൊണ്ടാ എനിക്ക് ആ വഴിക്കൊരു സംശയം തോന്നേ. സുഭാഷ് ഏട്ടൻ അങ്ങനെയുള്ള ഒരാളൊന്നും അല്ല. എടാ അങ്ങനെ നിനക്ക് തോന്നും, പക്ഷെ ഒരു വിഷയത്തെ നമ്മൾ പല ആംഗിളിൽ നോക്കി കാണണം. അങ്ങനെ കാണുന്നത് നിങ്ങളുടെ ആംഗിളാണ്. എല്ലാവരും വിട്ടെറിഞ്ഞ് ഒരു ദിവസം ഒരു പെൺകുട്ടിയെ വിളിച്ചോണ്ട് സുഭാഷ് ഏട്ടൻ ഇറങ്ങി പോകുന്നില്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ സുഭാഷ് ഏട്ടന്. തൽക്കാലം അച്ഛനൊന്നും മിണ്ടാതിരിക്കെ. എന്താ വേണ്ട ഞങ്ങൾ നോക്കിക്കോളാം. ഓ ആയിക്കോട്ടെ, എന്നാലും ഞാൻ പറഞ്ഞ വഴിക്ക് ഒന്ന് അന്വേഷിക്കാൻ പഠിക്കണ്ടേ? ഭയ്യ, ഇന്ന് രാവിലെ മുതൽ സുഭാഷ് ഏട്ടനെ കാണുന്നില്ലെന്നേ. നിങ്ങള് ടെൻഷൻ അടിക്കണ്ട, സുഭാഷ് ഏട്ടൻ അങ്ങനെ എവിടെയും പോകുന്നില്ല. ചിലപ്പോ സുഭാഷ് ഏട്ടൻ അവന്റെ വീട്ടിൽ പോയി കാണുമോ? രാവിലെ സംസാരിക്കുമ്പോ സുഭാഷ് ഏട്ടനെ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് വളരെ സാധാരണമായിട്ടല്ല അവൻ പെരുമാറിയത്. അതിനർത്ഥം സുഭാഷ് ഏട്ടൻ എവിടെയാന്ന് അവൻ അറിയുമെങ്കിലോ? ഇങ്ങേര് പറയുന്ന പോലെ ഒന്നും സംഭവിച്ചില്ലെങ്കിലും തൽക്കാലം സുഭാഷ് ഏട്ടൻ മാറുന്നത് അവിടേക്കാണെങ്കിലോ? ഇവനെന്താ പെട്ടെന്ന് ഭൂതോദയുണ്ട്? എവിടേക്കാ? പോയിട്ട് വരണം മോളെ. തലയിൽ വിളിച്ചു കയറുവോ ആക്ഷൻ വളരെ പെട്ടെന്നിരിക്കും. അതെ ചേട്ടാ, ഈ ഭാഗത്തെ അവിനാശ് എന്നൊരാൾ താമസിക്കുന്നത്. അവിനാശ്? ആ, എനിക്ക് അങ്ങനെ ഒരാളിനെ അറിയില്ലല്ലോ. ശരി ചേട്ടാ. ചേട്ടാ, ഈ ഭാഗത്തെ അവിനാശ് എന്നൊരാൾ എവിടെയാ താമസിക്കുന്നതെന്ന് അറിയോ? ഈ കെട്ടിടം പണിക്കൊക്കെ പോകുന്ന ആളാ. ബംഗാളിയാണോ? ആ അതെ അതെ, ബംഗാളിയാ. എവിടെയാ? നേരെ പോയിട്ട് ഫസ്റ്റ് റൈറ്റ്, അവിടെ ഇടതുവശത്ത് കാണുന്ന രണ്ടാമത്തെ പോയി റൈറ്റ്. ശരി ചേട്ടാ, താങ്ക്സ്.
ബൈ സുഭാഷ് ഏട്ടൻ. വീട്ടിലുള്ളവരെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കൊരു സമാധാനമില്ല. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഏയ് എനിക്ക് വേണ്ട, കഴിക്കുന്നതൊന്നുമില്ല. കായേനാ ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ പിള്ളേർ ഓർമ്മ വരും. ഇന്നേ വരെ വീട്ടിൽ വെച്ച് ഞാൻ ഉണ്ടാക്കി കൊടുക്കാതെ അവരൊന്നും കഴിച്ചിട്ടില്ല. ഇന്ന് അവരെന്ത് ചെയ്യുവാവോ? മിക്കവാറും എന്നെ തേടി നടക്കുമായിരിക്കും. സാരമില്ല, പതുക്കെ പതുക്കെ ഞാനില്ലാന്ന് അവർ മനസ്സിലാക്കിക്കോളൂ. അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിക്കോളൂ. അവരുടെ ജീവിതത്തിൻ്റെ ശാപമായിട്ട് ഞാൻ വേണ്ട എന്ന് നിങ്ങൾ മാത്രം അങ്ങ് തീരുമാനിച്ചോ? സുധീഷ്, എന്താ ഈ കാണിക്കുന്ന വല്ല നിശ്ചയമുണ്ടോ നിങ്ങൾക്ക്? രാവിലെ മുതൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഞങ്ങള് ചങ്കെടുത്ത് പിടിച്ച് പായുമ്പോ ചേട്ടൻ ഇവിടെ ഒന്നും മിണ്ടാതിരിക്കുകയാണല്ലേ? എന്തിനാ ഇത് ചെയ്തെന്ന് ആദ്യം പറ. ചേട്ടാ, ഇനി ഞങ്ങൾ അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് വളർത്തിയല്ലേ ഞങ്ങളെ. ആരും എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോകാൻ തോന്നിയില്ല ഏട്ടാ നിങ്ങൾക്ക്? ഉപേക്ഷയൊന്നും അല്ല സുധീഷേ. പിന്നെ എന്തായി കാണിച്ചേ? സുഭാഷേട്ട് ഒരു ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഉപേക്ഷിച്ച് ഇവിടെ വന്നിരിക്കായിരുന്നോ? എടാ, അങ്ങനെ പറയില്ല മോനെ. ഞാൻ നിങ്ങളുടെയൊക്കെ നന്മയെ കരുതിയ ഞാൻ ഇനി ആ വാക്ക് മിണ്ടി പോരുത്. രാവിലെ ഞാൻ നിങ്ങളെ കണ്ടപ്പോ ചോദിച്ചല്ലേ, ഒരു വാക്ക് പറയാറുന്നില്ലേ നിങ്ങക്ക്? വയ്യ പറയണ്ടെന്ന് പറഞ്ഞു. എന്ന് വെച്ച് അത് കണ്ണടച്ചങ്ങ് അനുസരിക്കാണോ ചെയ്യാ? എടോ, താനൊക്കെ എന്ത് മനുഷ്യനാണോ? സുഭാഷൻ എന്താ വെളുപ്പില്ലാണ്ടായോ? സുഭാഷേട്ടാ, നിങ്ങളില്ലാതെ ഞങ്ങളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ട്. സുധീഷ്, മോനെ, എടാ, മോനെ, കരയണ്ട. നികേഷ്, ദേ സുഭാഷ് ഏട്ടൻ. എന്തിനാ സുഭാഷേട്ടാ ചെയ്തേ? എടാ, അത് കരയാതെ.
എന്ത് പണിയാ കാണിച്ച സുഭാഷ് ഏട്ടാ? സുഭാഷ് ചേട്ടൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഏതോ ജോത്സ്യം പറയണതാണോ സുഭാഷ് ഏട്ടന് വലുത്? ഡാ, ഹരീഷേ വേണ്ട. ഞങ്ങൾ എല്ലാരും എത്രമാത്രം പേടിച്ചെന്നറിയോ? ഞങ്ങളെപ്പറ്റി അല്പം പോലും ആലോചിക്കാതെ ആരും എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവാണോ സുഭാഷ് ഏട്ടാ? നിധി, സാരമില്ല, ആള് തിരിച്ചു വന്നല്ലോ, വിട്ടേക്ക്. അച്ഛാ, ആ ജോത്സ്യൻ അങ്ങനെ പറഞ്ഞപ്പോ അവന്റെ ഒരു ജോത്സ്യൻ. എടാ, എന്റെ 2 ഭാര്യമാരെ ഞാനാ കൊന്നതെന്ന് ഈ നാട്ടുകാർ മുഴുവൻ പറഞ്ഞു നടക്കുന്നുണ്ട്. എന്നാ കൊന്നത് ഞാനല്ലെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ആ പേരും പറഞ്ഞ് എത്ര നാൾ എന്നെ കുറ്റപ്പെടുത്തി. ഇപ്പോഴും ആ പേര് തന്നെ എന്നെ പരിഹസിക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നെ കാണുമ്പം ഇപ്പോഴും അടക്കം പറഞ്ഞ് രസിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് ഞാനിത് പോയോ? ഈ നാട്ടിൽ നിന്ന് ഓടിപ്പോയടാ. എല്ലാം സഹിച്ച് ഇവിടെ തന്നെയല്ലേ ഇരിക്കുന്നേ. നാട്ടുകാരോട് നിന്റെ അരിയന്മാരൊക്കെ തന്നെ എന്നോടൊരു അച്ഛനോട് പെരുമാറുന്നവരാണ് പെരുമാറുന്നേ. എന്തൊക്കെ പറയുന്നത് നിനക്കറിയാലോ. അയ്യോ, നാട് മുഴുവൻ എന്നെ കുറ്റം പറയുന്നേ, മക്കൾ എന്നെ കുറ്റം പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ടങ്ങ് ഓടിപ്പോയ ഞാൻ. ഇടാ, പറയുന്നവര് പറയും. നാട് മുഴുവൻ എതിരെ പറഞ്ഞാലും നമുക്ക് ഉറപ്പുണ്ടായാൽ മാത്രം മതിയടാ. തെറ്റ് നമ്മുടെ ഭാഗത്തല്ലെന്ന് നമുക്ക് ഉറപ്പുണ്ടായാൽ മാത്രം മതി. സ്വന്തം മനസാക്ഷിയുടെ മുമ്പിൽ മാത്രം തെറ്റുകാരനാകാതിരുന്ന മാത്രം മതിയടോ. ഓപ്പേ, വേറെ ഏതവൻ പറഞ്ഞാലും പുല്ല് വിലയോടെ കാണാൻ പറ്റണം. ഒരു ജോലിസിനെന്തോ പറഞ്ഞ് വീട് വിട്ടു പോയിരിക്കുന്നു. വീട് വിട്ടു പോകേണ്ട പ്രായമാണോടാ നിനക്ക്? തലയ്ക്ക് വെളിവില്ലാത്തവൻ. അത് അച്ഛാ, നീ എന്നോട് സംസാരിക്കടാ. വീട് വിട്ടു പോകാൻ കണ്ട പ്രായം. ആ ഒരടി ചേട്ടന് വേണ്ടത് തന്നെയാ. ഞങ്ങളൊക്കെ അനിയന്മാരായിപ്പോയി, ഇല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയനെ. ഇന്ന് എവിടെയൊക്കെ ഞങ്ങൾ അലഞ്ഞു എന്നറിയോ? തേടാത്ത സ്ഥലമില്ല. സുഭാഷ് ചേട്ടൻ എവിടെ പോയിരിക്കായിരുന്നു? എവിടുന്നാ കണ്ടത്? എന്താ ചിരിക്കുന്നത്? എവിടെയായിരുന്നു? ആഹാരവും വെള്ളവും ഇല്ലാതെ നമ്മൾ ആ സുഭാഷ് ഏട്ടനെ അന്വേഷിച്ച് നടന്നത്. ആ സമയത്തേ സുഭാഷ് ഏട്ടൻ നല്ല സുഖമായിട്ട് വിശ്രമിക്കുകയായിരുന്നു. എവിടെയാന്നറിയോ? അറിയോ? നമ്മുടെ അവിനാശ് ഭായിയുടെ വീട്ടില്. അവിടെയോ? ആ, ഞാൻ ചെല്ലുമ്പോഴേ അവന്റെ അനിയത്തി ചാന്ദിനി ചപ്പാത്തി ചുട്ടുകൊടുത്തോണ്ടിരിക്കായിരുന്നു. ആ കുട്ടി ഉണ്ടാക്കി തട്ടിൽ വെച്ച് തന്നു. പക്ഷെ ഞാൻ കഴിച്ചൊന്നുമില്ല. അത് മാറ്റി വെച്ചപ്പോഴല്ലേ നീ വന്നത്. പിന്നെ എന്തിനപ്പം അങ്ങനെ പറയുന്നത്? അത് ശരി. അയ്യടാ, അപ്പൊ അത് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ വന്നതാണ് പ്രശ്നം. എടാ, അങ്ങനൊന്നും അല്ല. ഞാനൊരു 1/2 മണിക്കൂർ വൈകിരുന്നെങ്കിൽ ഒരു 4 ചപ്പാത്തി വെട്ടി വിഴുങ്ങി കാണുമായിരുന്നു. എടാ, ആ കുട്ടി കഴിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. ഇവിടെ എന്തുണ്ടാക്കും, ആരുണ്ടാക്കും എന്ന് ഓർത്തിട്ട് എനിക്കൊന്നും ഇറങ്ങിയതുമില്ല. അത് കൊള്ളാലോ. എന്നാലേ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ തിരിച്ചുണ്ടാക്കാം. ആ കുട്ടി ഉണ്ടാക്കുന്ന ചപ്പാത്തി സബ്ജിയും കഴിച്ച് നാളെ രാവിലെ സുഖമായിട്ട് തിരിച്ചു വന്നാൽ മതി. എന്തേ, നീ കളിയാക്കാണോ? അല്ല. ശരിക്കും അവിനാശിന്റെ വീട്ടിലായിരുന്നാ? എടാ, ഞാൻ പിന്നെ വെറുതെ പറയുക. ഞാൻ അവിടെ രാവിലെ പോയതാണല്ലോ. അപ്പൊ അവിനാശ് പറഞ്ഞത് സുഭാഷ് ചേട്ടനെ കണ്ടിട്ടേ ഇല്ലാന്നാ. എടാ, ഇതൊക്കെ പ്ലാൻഡാടാ. 2 കൂട്ടരുവേ ആലോചിച്ച് പ്ലാൻ ചെയ്ത് പോയതാന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനൊന്നും അല്ല. എങ്ങനെയൊന്നല്ലേ? പിന്നെ സുഭാഷ് ചേട്ടൻ അവിടെ ചെന്ന് നോക്കാൻ പറഞ്ഞതേ നമ്മുടെ കാരണവരാ. സുഭാഷ് ചേട്ടൻ ആ ചാന്ദിനിയുമായിട്ട് എവിടെയെങ്കിലും പോയി കാണുമെന്ന് അച്ഛൻ പറഞ്ഞത്. അല്ല, അത് ചെയ്യൂലെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഞാനപ്പോ മറ്റൊരു കാര്യം ആലോചിച്ചു. രാവിലെ അവിനാശിനെ കണ്ടിട്ട് ചേട്ടനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോ അവൻ ഒരു ഭാവമാറ്റം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്കൊന്ന് പോയി നോക്കാൻ തോന്നിയത്. ചെന്നപ്പ മക്കളെ എന്താ കാഴ്ചന്നാ. മതി മതി മതി. അങ്ങനെ അധികം കളിയാക്കാൻ നിൽക്കില്ലേ. പെട്ടെന്നുണ്ടായൊരു സങ്കടത്തില് ഞാൻ പോയി എന്നുള്ള കാര്യം ശരിയാ. ഞാൻ എത്ര വിഷമിച്ചെന്നറിയോ?
ഞാൻ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. സോറിടാ മക്കളെ. മതി, ഏതായാലും തിരിച്ചു വന്നില്ലേ. ആരും ഇന്നൊന്നും കഴിച്ചിട്ടില്ല. സങ്കടം മാറിയപ്പോ നല്ല വിശപ്പ്. വാ കഴിക്കാം. ഞാൻ എടുത്ത് വെക്കാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട. ഇന്നിനി സുഭാഷ് ഏട്ടൻ ഒന്നും ചെയ്യണ്ട. ചെയ്തെടുത്തോളം മതി, ഞങ്ങൾ ചെയ്തോളാം. വാ നിധി വാ. ബാഗ് ഞാൻ കൊണ്ടുപോവാണേ. വാ സുഭാഷ് ഏട്ടാ. സുഭാഷ് ഏട്ടാ, നിങ്ങൾ കഴിക്കുന്നില്ലേ? സുഭാഷ് ഏട്ടൻ കഴിക്കുക. ഇത് തുറക്ക. സുഭാഷ് ഏട്ടാ ഒന്ന് കാണിച്ചേ. മതി 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 മതി. കഴിക്കുക. അച്ഛനിരുന്നോ, ഞാൻ വിളമ്പാം. എനിക്ക് വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. വീട് വിട്ട് ഓടിപ്പോകാൻ നോക്കുന്ന ശുംഭൻ. നിധി, സോറി മോളെ. നിങ്ങളൊക്കെ ഇങ്ങനെ വിഷമിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ പോയ പോട്ടെ എന്ന് വിചാരിക്കുന്ന കരുതിയ ഈ ആളില്ലേ അച്ഛൻ എത്ര മാത്രം അന്വേഷിച്ചു എന്നറിയോ? സുഭാഷ് ഏട്ടൻ ഇല്ലെങ്കിൽ ഈ വീടില്ല. അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ഇതോടെ ഇമാര് പരിപാടി നിർത്തിക്കണം കേട്ടല്ലോ. ഇനി ആവർത്തിച്ച അന്നത്തോടെ ഞാൻ ഏട്ടനോട് മിണ്ടുന്ന വരെ നിർത്തും. ആ ജോത്സ്യം പറഞ്ഞത് ശരിയാവുന്നുള്ള പേടിയായിരുന്നു അല്ലേ സുഭാഷ് ഏട്ടന്? എന്റെ സുഭാഷ് ഏട്ടാ, അയാൾ ഒരു ഉടായിപ്പാണെന്നും പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണെന്നും നാളെ ഞാൻ തെളിയിച്ചു തരാം. പോരെ? എങ്ങനെ? അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ കണ്ടു. സുഭാഷ് ഏട്ടൻ അതൊക്കെ വിശ്വസിക്കാൻ പോയല്ലോ. ഇതൊക്കെ നമുക്കൊരു പുതിയ കാര്യമാണോ? ഇത്രയും കാലം ആളുകൾ ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞത്. അപ്പോഴൊന്നും തോന്നാത്ത കാര്യം ഈ ജോത്സ്യം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്നിട്ട് അതിന്റെ പേരിൽ ഇറങ്ങിപ്പോവാ. എന്തൊരു കഷ്ടം ഇത്. അയാൾ എന്നെപ്പറ്റി പറഞ്ഞ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഞാൻ കാരണം കുഴപ്പമുണ്ടായാൽ സുഭാഷ് ഏട്ടൻ ഇല്ലെങ്കിലാ ഞങ്ങളുടെ ജീവിതം കുഴപ്പത്തിലാവണേ. അത് ആദ്യം ഒന്നും മനസ്സിലാക്ക്. അത് പോട്ടെ, സുഭാഷ് ഏട്ടൻ കഴിക്കുക. അച്ഛാ സോറി. വാ കഴിക്കാം. നീ കഴിക്കേ, ഞാൻ കാണട്ടെ. കഴിക്കടാ.
സുധീഷേട്ടാ നീ കിടന്നോ. കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. കല്യാണം ഇപ്പൊ നടക്കും ജോലിസരെ? ജാതക പ്രകാരം ഇയാളുടെ കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കണമല്ലോ. പറഞ്ഞു പറ. വരുന്നത് മഹാലക്ഷ്മിയെ പോലൊരു കുട്ടിയാവും. ആ കുട്ടി ഒരമ്മ സ്നേഹിക്കുന്നത് പോലെ ഈ ജാതകക്കാരനെ സ്നേഹിക്കും. പെണ്ണ് വടക്ക് നിൽക്കുന്നതായിരിക്കും.